ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തുകൊണ്ടുവരാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് 4 മണിക്കൂർ നേരം കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് 250 ഗ്രാം ശർക്കര 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വേണ്ടി വയ്ക്കാം. നന്നായി ഉരുകി വന്നിട്ടുണ്ട്. അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം മാറ്റി അരി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ഏലക്ക, ഒരു നുള്ളു ഉപ്പ്, ചൂടാറിയ ശർക്കരപ്പാനി ഒഴിച്ച് ഒരു ചെറു തരിയോടുകൂടി അരച്ചുകൊണ്ടുവരാം. മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. കട്ട കട്ടാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 6 മുതൽ 8 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്ന നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ദോശമാവിനും ഇഡ്ഡലി മാവിനും ഇടയ്ക്കുള്ളൊരു പരുവാണ് നമുക്ക് നെയ്യപ്പത്തിന് വേണ്ടത്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായി. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നാളികേര കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വറുത്തെടുക്കാം. നമുക്ക് ഒരു പകുതി മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ എള്ളും കൂടി, കറുത്ത എള്ള് ചേർക്കാം. നാളികേര കൊത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. രണ്ടും കൂടി ഒന്നും കൂടി വറുത്തെടുക്കാം. ഇതൊന്ന് അല്പം ചൂടാറിയതിന് ശേഷം നമുക്ക് നെയ്യോടുകൂടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറായി. ഈ സമയത്ത് നമുക്ക് ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. തവിയിൽ ആവശ്യത്തിനുള്ള മാവ് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഒരു ഭാഗം മൂത്ത് വരുമ്പോൾ കളർ മാറുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ഇതേമാതിരി നെയ്യപ്പം കോരിയെടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും എണ്ണ നന്നായി ചൂടായിട്ടുണ്ടായിരിക്കണം. പിന്നീട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇതേമാതിരി നമുക്ക് എല്ലാ നെയ്യപ്പവും ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പുറമേ നല്ല
ക്രിസ്പി ആയതും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള നമ്മുടെ നെയ്യപ്പം ഇവിടെ തയ്യാറായി. ചൂടോടുകൂടി തന്നെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു നെയ്യപ്പാണിത്. ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.